ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹാർട്ട് ലീവ്ഡ് മൂൺ സീഡ് എന്നറിയപ്പെടുന്ന അമൃതവള്ളി അല്ലെങ്കിൽ ചിറ്റമൃത് എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. മലയാളത്തിൽ അമൃതവള്ളി, ചിറ്റമൃത് എന്നും സംസ്കൃതത്തിൽ ഗുഡിജ് അല്ലെങ്കിൽ ചിന്നരൂഹ എന്നും ഇംഗ്ലീഷിൽ ഇതിനെ ഹാർട്ട് ലീവ്ഡ് മൂൺ സീഡ് അഥവാ ഗില്ലോയി എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇലകൾ ഹൃദയാകൃതിയിലുള്ളതും ഇതിൻ്റെ വിത്ത് അർദ്ധചന്ദ്രാകൃതിയിലുമുള്ളതുമായതുകൊണ്ടാണ് ഇതിനെ ഈ പേരിൽ അറിയപ്പെടാൻ കാരണം. അമൃതം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ജീവൻ നൽകുന്ന ഔഷധം എന്ന ആശയമാണ് മനസ്സിൽ വരുന്നത്. അത്തരത്തിൽ ആയുർവേദത്തിൽ അമൃതം എന്ന വിശേഷണം ലഭിച്ച സസ്യമാണ് അമൃതവള്ളി അഥവാ ഗുഡിജി. ഇതൊരു ബഹുവർഷ വള്ളിച്ചെടിയാണ്. വലിയ മരങ്ങളിൽ പടർന്നു കയറുന്ന ഈ സസ്യത്തിൻ്റെ ഇലയും വേരും തണ്ടും ഔഷധമായി ഉപയോഗിച്ചു വരുന്നുവെങ്കിലും പ്രധാനമായും ഇതിൻ്റെ തണ്ടാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. അമൃതവള്ളിയിൽ പ്രധാനമായും ജൈവ സജീവ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആൽക്കലോയിഡുകൾ, ഫ്ലാവനോയിഡുകൾ, ഗ്ലൈക്കോസൈഡുകൾ, ഡിറ്റർപിനോയിഡുകൾ, സ്റ്റിറോയിഡുകൾ, പോളിസാക്കറൈഡുകൾ, ഫിനോളിക് സംയുക്തങ്ങൾ എന്നീ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനശേഷി മെച്ചപ്പെടുത്താനും കരളിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സന്ധിവേദനകൾക്ക് ആശ്വാസം ലഭിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു. ഈ ഒരു ഔഷധസസ്യം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ അമൃതവള്ളി ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണെങ്കിലും സ്വയം ഔഷധമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ആയുർവേദ വിദഗ്ധരുടെ നിർദ്ദേശം നേടേണ്ടതാണ്. പ്രത്യേകിച്ച് ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രകൃതി നമുക്ക് നൽകുന്ന അമൂല്യമായ ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് അമൃതവള്ളി. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് അമൃതവള്ളിയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം സന്ധിക്കും വരെ ഏവർക്കും വണക്കം.